നമസ്കാരം. മിനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരും സെയിൽസും മാർക്കറ്റിങ്ങും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പല ഘട്ടങ്ങളിലും ഇതൊക്കെ ചെയ്തു വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും, സെയിൽസ് ഫീൽഡ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. സെയിൽസ് ഫീൽഡ് എന്താ ഇഷ്ടമല്ലത്? എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഇല്ലെങ്കിൽ എനിക്ക് അത് താല്പര്യമില്ല, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് അതൊന്നും ശീലമില്ല. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും സെയിൽസ് ഓരോ അവസരത്തിൽ അല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയെപ്പോലെ ആയിരിക്കണം. കൊച്ചു കുട്ടികളെങ്ങനെയാണ്? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ്? നമ്മളെ വീട്ടിൽ നിന്ന് അമ്മമാരോ അച്ഛനോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലോ ചന്തയിലോ ഒക്കെ കൊണ്ടുപോയാൽ നമ്മൾ അവിടെ എത്തിക്കുക. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ തോക്ക്, JCB, കാറ്, ഇതുപോലത്തെ സാധനങ്ങളാണ് അവർ സെലക്ട് ചെയ്യുക. പെൺകുട്ടികളാണെങ്കിൽ പാവ, കളിപ്പാട്ടങ്ങൾ, ഇതുപോലത്തെ സംഗതിയാണ് സെലക്ട് ചെയ്യുക. അതായത് ഈ ജന്മന തന്നെ ആണ് പെണ്ണ് ഭേദം ഈ പ്രകൃതി ഒരുക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക്, അവരുടെ മൈൻഡിലും എല്ലാത്തിലും, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും. അപ്പോൾ അവർ ശരിക്കും സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു 2 വയസ്സ് താഴെയുള്ളൊരു കുട്ടിയാണെന്ന് വെച്ചോ. ആ കുട്ടിയെ കൂട്ടി അമ്മ പോകുന്ന സമയത്ത് ആ അമ്മയോട് ആ കുട്ടി ചന്തയിൽ കാണുന്ന ആ കളിപ്പാട്ടം, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി അവൻ അവൻ ചൂണ്ടി കാണിച്ചു കൊടുക്കും, എനിക്ക് ആ കളിപ്പാട്ടം വേണം. ആ കാറ് വാങ്ങിച്ചു തന്നു. ചിലപ്പോൾ അവൻ ഓടിപ്പോയി അത് എടുത്ത് കയ്യിൽ വെക്കും. അപ്പോൾ അമ്മ പറയും, അമ്മ മോനെ പൈസ ഇല്ല മോനെ, നമുക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന്. ഈ തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ അവൻ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് കറക്റ്റ് സമയത്തെത്തുമ്പോൾ ഇങ്ങനെ മാന്തിരി പറയും, ഇതാ എൻ്റെ കളിപ്പാട്ടം. അവൻ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ കരയാൻ തുടങ്ങും. ആദ്യം കരച്ചിലാണ് ആയുധമായിട്ട് ഉപയോഗിക്കുക. ആ കരച്ചിൽ കണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ അടിക്കാനും മാന്താനും ചവിട്ടാനും ഒക്കെ തുടങ്ങും. അടിക്കലിനും മാന്തലും ചവിട്ടലിനും നിന്നില്ല എങ്കിൽ, വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ, മോനെ പൈസ ഇല്ല അമ്മയുടെ കയ്യിൽ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അവൻ അതൊന്നും അറിയണ്ട. പൈസ ഉണ്ടോ ഇല്ലയൊന്നും അവന് സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അവൻ എന്ത് ചെയ്യും? പിന്നെ നിലത്ത് കിടന്ന് ഉരുളും, മാന്തും, അലറി വിളിക്കും, കല്ലെടുത്തെറിയും, എന്തൊക്കെ അഭ്യാസം കളിക്കാൻ പറ്റുമോ അതൊക്കെ അവരവിടെ ചെയ്യും. ചെയ്ത് ഗത്യന്തരമില്ലാതെ പറ്റുമെങ്കിൽ കൂടിയില്ല ആൾക്കാർക്ക് പൈസ വാങ്ങിച്ചിട്ട് 100 രൂപ കടമ വാങ്ങിച്ചിട്ട് ആ കളിപ്പാട്ടം അവന് വാങ്ങിച്ചു കൊടുക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം ഭയങ്കര. അതുവരെ ഉണ്ടായ അവൻ്റെ കരച്ചിലും കണ്ണീരൊക്കെ പോകും. ശരിക്കും ഇത് തന്നെയല്ലേ നമ്മൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയാലും നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അത് വിൽക്കാൻ എന്ത് കാരണവും, എന്ത് സംഗതിയും, എന്ത് തന്ത്രവും നമ്മൾ ഉപയോഗിച്ച് അത് നമ്മൾ നേടിയെടുക്കേണ്ടതല്ലേ? ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? പക്ഷേ ഇത് നമ്മൾ എപ്പോഴോ വളർച്ചയുടെ ആ ഒരു സമയത്ത് നമ്മൾ കൈവശത്തു നിന്നും അന്യം നിന്ന് പോയി, നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നിർബന്ധ ബുദ്ധി, ഇന്ന് എനിക്ക് ഒരു സെയിൽ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആ സെയിൽ ചെയ്തിട്ടേ ഞാൻ മടങ്ങി വരൂ, ഇല്ലെങ്കിൽ ഈ സാധനം പ്രൊഡക്റ്റ് ഞാൻ വിറ്റിരിക്കും. എൻ്റെ അടുക്കെ വന്ന കസ്റ്റമർക്ക് ഞാൻ ഈ സാധനം വിറ്റിരിക്കും, എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടും വിറ്റിരിക്കും. ആ തന്ത്രങ്ങൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ തയ്യാറായ ഒന്നും കൂടി അതിന് ബ്യൂട്ടിഫുള്ളായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിൽക്കുക എന്നുള്ളത്, വിൽപ്പന എന്നുള്ളത് നമ്മളെ കഴിവിൻ്റെ ആ ഒരു ശാഠ്യം, ആ ഒരു വാശി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നമ്മൾ പെരുമാറുന്നതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മൾ നേടിയെടുക്കുന്നില്ല ഉറച്ച വിശ്വാസം, വിൽപ്പന ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം. അങ്ങനെ ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ പുറപ്പെട്ട് മുന്നോട്ട് പോയാൽ സെയിൽസ് സാധിക്കും. എല്ലാവരും സെയിൽസ് ചെയ്യുന്നവരാണ്, ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ സെയിൽസ് ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ജോലി സെയിൽസാണ്, മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ
ആ സെയിൽസും മാർക്കറ്റിങ്ങും നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ലോകത്തിൽ എന്ത് ജോലി ചെയ്യുന്നു, എന്ത് കാര്യം ചെയ്യുന്നു, അവരവരുടെ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ജോലി സെയിൽസാണ്. അത് എല്ലാവർക്കും ആ സ്കില്ലുണ്ട്. ജന്മന ടാലൻ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ടാലൻ്റ് ഉണ്ട്, ജന്മന ഉള്ളൊരു ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റ് എപ്പോഴും കൈമോശം വന്നു പോകുന്നതാണ്. അത് തിരിച്ചു പിടിച്ചാൽ ജീവിതത്തിലേക്ക് സെയിൽസ് ഫീൽഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ, സെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ, സെയിൽസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. എല്ലാവർക്കും ഒരു ചോദ്യം നേരുന്നു.